ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പാടത്ത് കയറ്റി വള്ളിച്ചൂണ്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് എടുക്കാൻ വന്നതാണ്. അപ്പോൾ എടുക്കാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടോ, നമ്മളിത് ഈ കുറ്റിയെന്ന് അങ്ങോട്ടാണ് കെട്ടിയിരിക്കുന്നത്. അവിടെ ഒരു കുറ്റി നാട്ടി കെട്ടിയിരിക്കും. ഈ കുറ്റി ചാഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വന്നപ്പം അത് ഈ ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ മീനുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്, നോക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. നമ്മൾ കുറേ ഏറെ നാളായല്ലോ വള്ളിച്ചൂണ്ട കെട്ടിയിട്ട്. ഇപ്പം നമുക്കിതൊന്ന് നോക്കാം. എന്തൊക്കെ ഇത്രയും അങ്ങ് ചരിഞ്ഞു പോയി. അപ്പോൾ ഇത് മീൻ പിടിച്ചിട്ടുണ്ട്. മീൻ പിടിച്ചിട്ടാണ് ഈ ചൂണ്ട അഴിഞ്ഞല്ലേ കിടക്കുന്നത്. അതെ, മീൻ പിടിച്ചിട്ടാണ്. ഒന്നാമതെ പാടത്ത് നമ്മൾ നാട്ടിയാൽ കുറ്റി ഉറക്കത്തില്ല. അതിൽ നമുക്ക് ചൂണ്ട എല്ലാം അഴിച്ചെടുക്കാം. നോക്കാം. വെള്ളത്തിൽ ജീവനോടെ കിടക്കുകയാണ് ഇവിടുത്തെ. വള്ളത്തിലാണ് നമ്മൾ കോർത്തിരിക്കുന്നത്. ഇല്ല, ഇതും പള്ളത്തി കിടന്ന് കൂടിയല്ല. അത് അടുത്ത ചൂണ്ടയിലുണ്ട്. കണ്ടോ? ആണോ? ഇത് അടുത്ത് ഏതാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓ അയ്യടാ, ഇത് കണ്ടോ? ഇത് അതെ, ഇതിലേ വേറെ ഏതോ മീനൊക്കെ വന്ന് കടിച്ചിട്ട് ഒക്കെ എടുക്കും. കണ്ടോ? ഇത് നല്ല സൂപ്പർ ഒരാളാണെന്ന് തോന്നുന്നു. ഓ, എന്നായാലും കൊള്ളാം. അടിപൊളി സാധനമാണ്. അടിപൊളി സാധനമാണ്. ആണോ? അടിപൊളി അടിപൊളി സാധനം. നമ്മുടെ ചുമ്മാ അല്ല കുറ്റി മറിച്ചത്. ഇത് കെട്ടിയിടാൻ കയറുമല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇവനെന്നെ സാധനമാണ്. അടിപൊളി സാധനം. ഇത് 5 കിലോയുടെ അടുത്തുണ്ട്. നമുക്ക് ഇത് ചെറിയ വെള്ളമായത് കൊണ്ട് ഇതൊന്ന് ചൂണ്ടയെന്ന് നമുക്ക് ഊരാനൊക്കത്തില്ല. അപ്പൊ ഇതിങ്ങനെ തന്നെ. അതെ അതെ അതെ. ഇനിയിപ്പൊ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. മറിക്കാനും പറ്റത്തില്ല. ഓരോക്കകത്ത് കേറിയിട്ട് ഇതേണ്ടില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ എങ്ങനെ കിടക്കട്ടെ. ഇതൊരു അടിപൊളി സാധനമാണ്. അപ്പം നമ്മള് വരാലായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കിവിടെ സംശയം, ആ കുറ്റി അത്ര മറിക്കാനും വന്ന കാര്യമാണ്. അതിന്റെ കാരണമായിരുന്നു ഇത്. എന്തായാലും അടിപൊളി ഒരു വാളയാണ് കിട്ടിയത്. ഇനി നോക്കാം ഇനിയുണ്ടോ. ആദ്യം കിട്ടിയ വരാല് ചത്തുപോയി. മറ്റേതോ മീനൊക്കെ വന്നത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മഴക്കാറ ഇന്ന് രാവിലെ. ഇന്നലെ നല്ല വെയിലല്ലായിരുന്നു. നമ്മളിവിടം വരെ പൊക്കിയിട്ട് ആ വാളെ ഉള്ളു. ഓ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ കുറ്റിയുടെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. നോക്കാം നമുക്ക്. അച്ചുണ്ട് ഇവിടുത്തെ തീറ്റിയൊക്കെ പോയിട്ടുണ്ട്. ചത്ത് കിടക്കുകയാണോ? അത് അനങ്ങാതെ കഥ കിടക്കുന്നത്. അതെന്നാ പറ്റിയ? വള്ളത്തിക്കെല്ലാം നല്ല ജീവനുണ്ട്. കണ്ടിട്ട് കുറച്ച് നേരമായി ചത്തുന്നു. അത് കുറച്ച് നേരമായി. അങ്ങ് എണ്ണാക്കി പോയി. നല്ല സൂപ്പർ വരാല.
ഈ കുറ്റി ഊരി വെക്കാം. തുമ്പി അത് ഈ മിന്ത് ഉള്ളതുകൊണ്ടാണ്. തുമ്പിയുടെ കഴിക്കുന്ന ഈ മിന്താണ്. കൊതുക് പോലുള്ളൊരു വെളുത്ത സാധനമുണ്ട്, അതാണ് തുമ്പി ആഹാരം. വള്ളത്തിയൊക്കെ ജീവനോടെ തന്നെ കിടക്കുക. ചില വെള്ളത്തിൽ മാത്രമേ ചത്തു പോയിട്ടുള്ളൂ. അതിൻ്റെ കയറൊക്കെ അയഞ്ഞു കിടക്കുകയാണല്ലോ. ഇതൊക്കെ കുത്തിരിക്കുന്ന വള്ളത്തിൽ മുഴുവൻ ജീവനോടെ കിടക്കുകയായിരുന്നു. ഉണ്ടോ? നമ്മൾ ഈ കുറ്റി ഒന്ന് ഊരി വെച്ചിട്ട് അടുത്ത് ഇരിക്കാം. ഒരാളെല്ലാം ഇങ്ങനെ ചത്തുപോയി, 2 ഒരാളും ചത്തുപോയി. ഒത്തിരി നേരത്തെ വെട്ടിയതായിരിക്കും. നമ്മൾ ഇന്നലെ വൈകിട്ട് സന്ധ്യയായപ്പം ചൂണ്ട കെട്ടിയിട്ട് നമ്മളങ്ങ് പോയി. കഴുന്നാ പിടിക്കുന്ന കണിശമായിട്ട് കുറച്ച് ഭാഗം തിന്നും. ഇതേ കിടക്കുന്ന ചത്ത് നല്ല പെരുത്ത ഒരാളായിരുന്നു. വലിപ്പം കൊണ്ടോ? ഇത് നാടൻ വരാല. ഇത് നാടൻ വരാല. അടിപൊളി വരാല. ഒന്നും മീനൊന്നും അഴുക്കായിട്ടില്ല. നമ്മൾ ചൂണ്ട വലിച്ച് തീർന്ന്. സൂപ്പർ വരാലാണ്. അതിലും സൂപ്പറാണ് നമ്മുടെ വാള. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എടുത്ത് വിശദമായി വാളയെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെല്ലാം. നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് അടുത്ത് ഇനി നമുക്ക് ഈ ചൂണ്ടയിലെ മീനൊക്കെ ഒന്ന് ഊരിയെടുക്കാം. ആദ്യം നമുക്ക് വാളയെടുക്കാം. നമ്മൾ ഈ വാളയൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല, അതുകൊണ്ടാണ് കയറെടുക്കാഞ്ഞത്. ഇപ്പം നമ്മൾ കയറ് ഒക്കെ എടുത്ത് കടവായിക്ക് തന്നെ ഉടക്കിയിരിക്കുന്നത്. കയറിലോട്ട് കെട്ടിയിട്ട് ഊരിയെടുക്കാം. കടവായിക്ക് കെട്ടി ഉടക്കിയാലാണ് ഊരിയെടുക്കാൻ പാട്. കൈ ഞാനേ പല്ലുള്ള സ്ഥലത്തല്ല കൈ കൊള്ളിച്ചത്. കൈയിട്ട കൈ മുഴുവൻ മുറി. നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചൂണ്ട ഊരാം. ഉണ്ടോ? അടിപൊളി സാധനമാണ്. നമുക്കിതിനെ വെള്ളത്തിൽ കെട്ടിയിടണം. നീർനായുടെ വലിയ ശല്യമാണ്. ഇഷ്ടം പോലെ നീർനായാണ് വരുന്നത്. നമ്മൾ വാള കെട്ടി. ഇനി വരാലുണ്ട്. വരാലിനെ നമുക്ക് ഊരിയെടുക്കാം. മുഴുത്ത വരാലാണ്. ഇതിൻ്റെ അങ്ങ് വായി കയറിപ്പോയി. അങ്ങ് ഒത്തിരി ഉള്ളിലല്ല, ഉണ്ടോ? അപ്പോൾ നമുക്കിന്ന് 3 വരാല് അത് മിഴുങ്ങിപ്പോയി. അതിൻ്റെ പൂവലാണ് ചൂണ്ട ഉടക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വരാൽ ചത്തു പോകാൻ കാര്യം. പിന്നെ കിട്ടിയത് നമ്മുടെ ഇവിടുത്ത ഈ ഒരു വാള. അപ്പം നമ്മുടെ ഈ കാഴ്ചകൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ ഈ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.